ഹലോ എവരിവൺ, ദിസ് അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ SSC GD എക്സാംസിന് വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സിലെ ഇൻഡെക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളുമായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ഗ്ലോബൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2025? അപ്പോൾ ശരിക്കും നമ്മുടെ SSCയുടെ ഏത് എക്സാംസ് എടുത്താലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഓക്കെ, അപ്പൊ ആദ്യം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് അറിയുക. 130 ആണ് കേട്ടോ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നമ്മുടെ റാങ്ക് എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എത്രയാണ്? 130 ആണ്. ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ടോപ്പിൽ വന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഐസ്ലൻഡ്. ഓക്കെ, അപ്പൊ ആ രണ്ട് ഫാക്റ്റുകൾ കൃത്യമായിട്ട് അങ്ങ് ഓർത്തിരിക്കുക. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 130. ഇവിടെ ടോപ്പിൽ വന്ന രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാലോ അത് ഐസ്ലൻഡ് ആണ്. ഓക്കെ, ഇനി ഇത് മാത്രം പഠിച്ചാൽ മതിയോ? അല്ല, കുറച്ച് കണക്റ്റഡ് ഫാക്ട് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. നോക്കേ, ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് 2025. ശരിക്കും എന്തായിരുന്നു ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട്? അതിന്റെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ മാറ്റർ ഓഫ് ചോയ്സ്, people and possibilities in the age of AI. Okay, a matter of choice, people and possibilities in the age of AI. ഇനി പ്രധാനമായിട്ടും അറിയേണ്ടത് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഇത് റിലീസ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UNDP ആണ്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നോട്ട് ചെയ്ത് വെക്കുക. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ UNDP ആണ്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഓക്കെ, അപ്പൊ ശരിക്കും ഇത്തരത്തിലൊരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് എടുക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാ? നമ്മുടെ ഹെൽത്ത്, ആരോഗ്യം, അതുപോലെ എഡ്യൂക്കേഷൻ, ഇൻകം, അതുപോലെ ലിവിങ് കണ്ടീഷൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെ എടുത്തതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, പറഞ്ഞത് ഇങ്ങനെയാണ്: ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2025 നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 130 ആണ്. ഇതില് ടോപ്പിൽ വന്ന രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഐസ്ലൻഡ് ആണ്. അറിയുക, ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നത് UNDP ആണ്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ശരിക്കും ഇതിന്റെ മെയിൻ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയുക. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻകം, ലിവിങ് കണ്ടീഷൻ, ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോ ടോപ്പിൽ വന്ന ഫസ്റ്റ് രാജ്യം ഐസ്ലൻഡ്, സെക്കൻഡ് നോർവേ. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 130. സെക്കൻഡ് എന്ന് ഓർത്തിരുന്നില്ലെങ്കിൽ ഫസ്റ്റ് ഉറപ്പായിട്ടും പഠിക്കുക. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബേസ് ചെയ്ത എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 130 ആണ്. ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ടോപ്പിൽ വന്ന രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ലൻഡ് ആണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. ഇൻഡിക്കേറ്റേഴ്സ് ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻകം, ലിവിങ് കണ്ടീഷൻസ്, ഇവയൊക്കെയാണ്. ഇവയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നമ്മുടെ റാങ്ക് ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയാ? 130. അതിൽ ടോപ്പിൽ വന്ന രാജ്യം ഏതാണ്? ഐസ്ലൻഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടോ: വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ്? ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? നവീകരണം അല്ലെ. അപ്പൊ അത്തരത്തിൽ ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ നമ്മുടെ റാങ്ക് എത്രയാണെന്ന് വെച്ചാൽ ഇതിന് ആൻസർ 38 ആണ്. ഓക്കെ, ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ നമ്മുടെ റാങ്ക് എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 38. ഇതിൽ ടോപ്പിൽ വന്നിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ് ആണെന്ന് ഓർക്കുക കേട്ടോ. ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് 38. ഇവിടെ ടോപ്പിൽ വന്നിട്ടുള്ള രാജ്യം ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സ്വിറ്റ്സർലൻഡ് ആണ്. ഓക്കെ, അപ്പൊ മറക്കാതെ ഓർത്തോളുക, ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 38 ആണ്. ഇവിടെ ടോപ്പിൽ വന്ന രാജ്യം എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ് ആണ്. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കണക്റ്റഡ് ഫാക്ടുകൾ നമുക്ക് നോക്കാം. നോക്ക്, ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് നമ്മുടെ റാങ്ക് പറഞ്ഞു എത്രയാ? 38 അല്ലെ. ടോപ്പിൽ വന്ന രാജ്യവും പറഞ്ഞു ഏതാണിതാ? സ്വിറ്റ്സർലൻഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് ആരാണെന്ന് അറിയണ്ടേ? ഡെഫിനറ്റ്ലി അറിയണം, വിപ്പോ ആണ് കേട്ടോ. വിപ്പോ, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ കേട്ടോ.
വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. വിപ്പോ ആണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. ഡയറക്ട്ലി എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്നത് UNDP ആ, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആയിരുന്നു. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് അത് റിലീസ് ചെയ്യുന്നത് വിപ്പോ ആണ്. വിപ്പോയുടെ ഫുൾ ഫോം അറിയുക, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനീവയാണ്. ഇത്തരത്തിൽ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 38 ആണ്. ഓക്കെ, ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ്. അതിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് അറിയുക 38. അപ്പോ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ? സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. അപ്പൊ അങ്ങനെ ആലോചിക്കുക, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. ആ വിപ്പോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. ആ സ്വിറ്റ്സർലൻഡ് തന്നെയാണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ടോപ്പിൽ വന്നിട്ടുള്ളത്. സെക്കൻഡ് സ്വീഡൻ, തേർഡ് USA. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസ് മെയിൻലി ഓർക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2025 ഇത് റിലീസ് ചെയ്യുന്ന വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജനീവയിലാണ്. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 38 ആണെന്ന് ഓർക്കുക. ഈ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷനിൽ ടോപ്പിൽ വന്ന രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വിറ്റ്സർലൻഡ് ആണ്. ഓക്കെ, അവ രണ്ട് ഇൻഡെക്സുകളാണ് നമ്മൾ പഠിച്ചത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 130 ആണ്. അവിടെ ടോപ്പിൽ വന്ന രാജ്യം ഏതായിരുന്നു? ഐസ്ലൻഡ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നത് UNDP ആണ്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. രണ്ടാമത് നമ്മൾ പഠിക്കുന്നു ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ്. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് 38 ആണ്. ഇന്നോവേഷൻ ഇൻഡെക്സിൽ ടോപ്പിൽ വന്നിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ് ആണ്. ഓർക്കുക, ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇങ്ങനെയാണ്, വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2025? അപ്പൊ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? അപ്പൊ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എടുക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 131 ആണ്. കേട്ടോ, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 131 ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം എന്ത് ചെയ്യുക? പ്രോപ്പർലി ഓർത്തിരിക്കുക. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 131 ആണ്. ഓക്കെ, അപ്പോ ഈ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിലും ടോപ്പിൽ വന്നത് ഏത് രാജ്യമാണ്? അതും ഐസ്ലൻഡ് ആണ്. കേട്ടോ, അപ്പൊ ആലോചിച്ച് നോക്കുക, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മറന്നുപോലെ ഇന്ത്യയുടെ റാങ്ക് എത്രയാ? 130. തൊട്ടടുത്ത പൊസിഷൻ 131 ആണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക്. വീണ്ടും ഓർത്തോ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ടോപ്പിൽ വന്ന രാജ്യമായ ഐസ്ലൻഡ് തന്നെയാണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിലും ടോപ്പിൽ വന്നിട്ടുള്ളത്. കേട്ടോ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് 130. അതിൽ ടോപ്പിൽ വന്ന രാജ്യമായിട്ടുള്ള ഐസ്ലൻഡ് തന്നെയാണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിലും ടോപ്പിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 131. അതിൽ ടോപ്പിൽ വന്നത് ഐസ്ലൻഡ് ആണ്. സെക്കൻഡ് പൊസിഷൻ ഫിൻലാൻഡ്, തേർഡ് പൊസിഷൻ നോർവേ ആണ്. ഓർക്കുക, ഇവിടെ ലാസ്റ്റ് പൊസിഷൻ അതായത് 148th ലാസ്റ്റ് പൊസിഷനിൽ വന്നിട്ടുള്ളത് പാകിസ്ഥാനാണ്. കേട്ടോ, വേൾഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ലാസ്റ്റ് പൊസിഷനിൽ വന്നിട്ടുള്ളത് പാകിസ്ഥാനാണ്. എത്രയാണ് റാങ്ക്? 148 ആണ്. അപ്പൊ 148 നേഷൻസിലാണ് ഇന്ത്യയുടെ റാങ്ക് 131 വന്നിട്ടുള്ളത് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ. അപ്പൊ അതുകൂടെ എന്ത് ചെയ്യുക? പ്രോപ്പർലി ഓർത്ത് വെക്കുക. അപ്പൊ അത്തരത്തിൽ വേൾഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തൊക്കെ പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണെന്ന് നോക്കാം. നമ്മുടെ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, അവിടുത്തെ ഓപ്പർച്യൂണിറ്റി, ഹെൽത്ത് ആൻഡ് സർവൈവൽ, നമ്മുടെ എഡ്യൂക്കേഷൻ അറ്റൈൻമെന്റ്, നമ്മുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എംപവർമെന്റ്, ഇത്തരത്തിലുള്ള പാരാമീറ്റേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അറിയേണ്ടത് ഇങ്ങനെയാണ്, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 131. ഇവിടെ ടോപ്പിൽ വന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഐസ്ലൻഡ് ആണ്. ഓർക്കുക, ഈ ഒരു ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്നത് വേൾഡ് എക്കണോമിക് ഫോറം ആണ്. കേട്ടോ, ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്നത് വേൾഡ് എക്കണോമിക് ഫോറം ആണ്. ഈ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ടോപ്പിൽ വന്നിട്ടുള്ളത് ഐസ്ലൻഡ് ആണ്. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 131 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് കൃത്യമായിട്ട് പഠിച്ചോളുക. അതായത് നമ്മൾ പറഞ്ഞു,
ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലെ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് നമുക്കറിയാം, 130 ആണെന്ന് അറിയാം. അതിൽ ടോപ്പിൽ വന്ന രാജ്യം ഏതായിരുന്നു? ആലോചിച്ച് നോക്കേ, ഐസ്ലൻഡ് അല്ലെ. അപ്പൊ അതിനുശേഷം പിന്നീട് നമ്മൾ പഠിച്ചു ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ്. ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് 38 ആയിരുന്നു. അതില് ടോപ്പിൽ വന്ന രാജ്യം ഏതായിരുന്നു? സ്വിറ്റ്സർലൻഡ് ആയിരുന്നു അല്ലേ? ആണ്. നോട്ട്സ് എഴുതി പഠിക്കുക കേട്ടോ. ദെൻ മൂന്നാമത് നമ്മളിപ്പോ പറഞ്ഞത് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് എത്രയാ? 131 ആ. ഇവിടെയും ടോപ്പിൽ വന്നത് ഏത് രാജ്യമാണ്? ഐസ്ലൻഡ് ആണ്. ഓക്കെ, അപ്പൊ നോക്കാം, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 130, ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 131. ഇവിടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലും ടോപ്പ് ഐസ്ലൻഡ് ആണ്, ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിലും ടോപ്പ് ഐസ്ലൻഡ് ആണ്. ഒരു കാര്യം കൂടി ഓർക്കേണ്ടത്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്നത് UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്നത് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ വിപ്പോ. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്നത് വേൾഡ് എക്കണോമിക് ഫോറം. അതായത് ഈ ഇൻഡെക്സുകളൊക്കെ റിലീസ് ചെയ്യുന്നത് ആരാണെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് UNDP, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ് ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് വേൾഡ് എക്കണോമിക് ഫോറം ആണെന്ന് കൂടി ഓർക്കുക കേട്ടോ. അപ്പൊ ഇത് മൂന്നും കൃത്യമായിട്ട് ഈ ഒരു ഓർഡറിൽ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇത് മൂന്നും സെറ്റ് ആണല്ലോ. ഞാൻ അടുത്തതിലേക്ക് വരികയാണ്. ഓർത്തോണം, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലാണെങ്കിൽ 130, ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിലാണെങ്കിൽ 38, ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിലാണെങ്കിൽ 131. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലും ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിലും ടോപ്പിൽ വരുന്ന രാജ്യം ഐസ്ലൻഡ് ആണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലാണെങ്കിൽ നമ്മുടെ റാങ്ക് 130, ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിലാണെങ്കിൽ നമ്മുടെ റാങ്ക് 131. ഓക്കെ, അപ്പൊ അത്ര എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചോളുക. എക്സാംസിന് എന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അടുത്ത് നോക്ക്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രി ഹാസ് ടോപ്ഡ് ഇൻ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2025? അപ്പൊ ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ടോപ്പിൽ വന്ന രാജ്യം ഏതാണ്? പീസ് ഇൻഡെക്സിലും ടോപ്പിൽ വന്ന രാജ്യം ഏത് തന്നെയാണ്? ഐസ്ലൻഡ് തന്നെയാണ് കേട്ടോ. ഗ്ലോബൽ പീസ് ഇൻഡെക്സിലും ടോപ്പിൽ വന്ന രാജ്യം ഏത് തന്നെയാണ്? ഐസ്ലൻഡ് തന്നെയാണ്. അപ്പൊ ആലോചിച്ച് നോക്ക്, ഈ ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ടോപ്പിൽ വന്ന രാജ്യമാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. ഈ പീസ് ഇൻഡെക്സിൽ നമ്മുടെ റാങ്ക് എത്രയായിരിക്കും? 115, 115 ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ടോപ്പിൽ വന്ന രാജ്യം ഏത് തന്നെയാ? ഐസ്ലൻഡ് തന്നെയാ. അപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ, ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ, ഇപ്പൊ പഠിക്കുന്നു ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ, ഇതിലെ മൂന്നിലും ടോപ്പിൽ വന്ന രാജ്യം ഏത് തന്നെയാണ്? ഐസ്ലൻഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ടോപ്പിൽ വന്ന രാജ്യം ഐസ്ലൻഡ്. നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് അറിയുക 115. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ശരിക്കും ഇത്തരത്തില് നമ്മുടെ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് അല്ലെ, നമ്മുടെ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് ആണ്. ടോപ്പിൽ വന്ന രാജ്യം ഏതാണ്? ഐസ്ലൻഡ് തന്നെയാണ്. ഏറ്റവും അവസാനം വന്നിരിക്കുന്ന രാജ്യം, ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ അവസാനം വന്നിരിക്കുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. ഓർത്തോളുക, ടോട്ടൽ 163 രാജ്യങ്ങൾ എടുക്കുമ്പോഴാണ് അതിൽ 115ാമത്തെ റാങ്ക് നമ്മുടെ ഇന്ത്യക്ക് ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ലഭിച്ചിട്ടുള്ളത്. ഈ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് എന്തൊക്കെ പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്? നമ്മുടെ സൊസൈറ്റൽ സേഫ്റ്റി, സെക്യൂരിറ്റി, ഓൺഗോയിങ് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കോൺഫ്ലിക്റ്റ്, മിലിറ്ററൈസേഷൻ, ഈ ഒരു പാരാമീറ്റേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ വീണ്ടും ഓർത്തോളുക, നമ്മളിവിടെ പറഞ്ഞ എന്താണ്? ഗ്ലോബൽ പീസ് ഇൻഡെക്സ്. അപ്പൊ ഗ്ലോബൽ പീസ് ഇൻഡെക്സിലും ടോപ്പിൽ വന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് ഐസ്ലൻഡ് തന്നെയാണ്. നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് അറിയുക 115, 115 ആണ്. ഇത് റിലീസ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് ആണ്. ഓക്കെ, അപ്പോ ഗ്ലോബൽ പീസ് ഇൻഡെക്സിലും നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് 115, ഇവിടെയും ടോപ്പിൽ വന്ന രാജ്യം അറിയുക ഐസ്ലൻഡ്. ഓർത്തോളുക, 163 രാജ്യങ്ങൾ എടുക്കുമ്പോ അതിലാണ് നമ്മുടെ 115ാമത്തെ റാങ്ക് നമ്മുടെ ഇന്ത്യക്ക് ലഭിച്ചത്. ഏറ്റവും ലാസ്റ്റിൽ വന്നിരിക്കുന്നത് റഷ്യ ആണെന്നുകൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കേട്ടോ. വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ദി റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ് 2026? അപ്പൊ 2026ലെ റെസ്പോൺസിബിൾ നേഷൻ ഇൻഡെക്സ്, ഇതിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16th ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ റെസ്പോൺസിബിൾ നേഷൻ ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 16th ആണ്, 16 ആണ്.
കുറച്ച് കണക്റ്റഡ് ഫാക്ട് കൂടി നമുക്ക് നോക്കാം. ദാ ഇങ്ങനെ ഓർക്കുക, റെസ്പോൺസിബിൾ നേഷൻ ഇൻഡെക്സ് 2026 റിലീസ് ചെയ്യുന്ന വേൾഡ് ഇന്റലക്ച്വൽ ഫൗണ്ടേഷൻ ന്യൂഡൽഹി ബേസ്ഡ് തിങ്ക് ടാങ്ക് ആണ്. അപ്പൊ ന്യൂഡൽഹി ബേസ്ഡ് തിങ്ക് ടാങ്ക് ആയിട്ടുള്ള വേൾഡ് ഇന്റലക്ച്വൽ ഫൗണ്ടേഷൻ ആണ് റെസ്പോൺസിബിൾ നേഷൻ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാ? പ്രോപ്പർ ആയിട്ടുള്ള എത്തിക്കൽ ആയിട്ടുള്ള ഗവേണൻസ്, ഒരു സോഷ്യൽ വെൽഫെയർ, എൻവയോൺമെന്റ് റെസ്പോൺസിബിലിറ്റി, ഗ്ലോബൽ അക്കൗണ്ടബിലിറ്റി, ഇതൊക്കെയാണ്. അറിയുക, റെസ്പോൺസിബിൾ ആയിട്ടുള്ള നേഷൻസ് ഇൻഡെക്സിൽ ടോട്ടൽ 154 കൺട്രീസ് എടുക്കുമ്പോൾ അതിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 16th ആണ് കേട്ടോ. എത്രയാണ്? 16 ആണ്. വേൾഡ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ നേഷൻ ഇൻഡെക്സിൽ നമ്മുടെ ടോപ്പിൽ വന്ന രാജ്യം ഏതാണെന്ന് അറിയുക? സിംഗപ്പൂർ ആണ്. ദെൻ സെക്കൻഡ് സ്വിറ്റ്സർലാൻഡ്, തേർഡ് ഡെൻമാർക്ക്. സെക്കൻഡ് തേർഡ് എല്ലാം കൂടി നമുക്ക് ഓർത്തിരിക്കാൻ പാടാ. ടോപ്പിൽ വന്നത് ഏത് രാജ്യമാണെന്നും ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നും ബാക്കി ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് തരുന്ന കണക്റ്റഡ് ഫാക്ട് കൂടി എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞത്, റെസ്പോൺസിബിൾ നേഷൻ ഇൻഡെക്സ് 2026 നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 16th ആണ്. 154 രാജ്യങ്ങൾ എടുക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യക്ക് 16ാമത്തെ റാങ്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ ലേറ്റസ്റ്റ് എക്സാമിന്റെ ഒക്കെ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഡെക്സിൽ ചില ഇൻഡെക്സുകളുടെ സ്കോർ ചോദിക്കാറുണ്ട് എക്സാമിന്. അപ്പൊ അതുകൂടി പഠിച്ചോ. റെസ്പോൺസിബിൾ നേഷൻ ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 16th ആണ്. സ്കോർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5515 കേട്ടോ. സ്കോർ ചോദിക്കുന്നുണ്ട് എക്സാമിന്, അപ്പൊ അതുകൂടി പഠിക്കുക. സ്കോർ എത്രയാ? 0.5515 ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം പ്രോപ്പർലി എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. റെസ്പോൺസിബിൾ നേഷൻ ഇൻഡെക്സ് 2026 റിലീസ് ചെയ്യുന്ന വേൾഡ് ഇന്റലക്ച്വൽ ഫൗണ്ടേഷൻ ആണെന്ന് അറിയുക. ഇത് ന്യൂഡൽഹി ബേസ്ഡ് തിങ്ക് ടാങ്ക് ആണ്. ഇനി ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 154 കൺട്രീസിലെ 16th ആണ്. സ്കോർ എന്ന് പറയുന്നത് 0.5515 ആണ്. അറിയുക, ടോപ്പിൽ വന്നത് ഏത് രാജ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിംഗപ്പൂർ ആണ്. ഓക്കെ, അപ്പൊ ഇതില് പറയുന്നതിൽ ഒരു ഫാക്ട് പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഫാക്റ്റും അങ്ങ് പഠിച്ചോളൂ കേട്ടോ. ഇത് 6ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. വിച്ച് സിറ്റി ഹാസ് ബീൻ റാങ്ക്ഡ് ആസ് ഏഷ്യാസ് ഹാപ്പിയസ്റ്റ് സിറ്റി? ഏഷ്യയിലെ ഹാപ്പിയസ്റ്റ് സിറ്റി ആയിട്ട് റാങ്ക് ചെയ്തിട്ടുള്ളത് ഏത് സിറ്റിയാണ്? ഏഷ്യയിലെ ഹാപ്പിയസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മുംബൈ ആണ് കേട്ടോ. ഏഷ്യയിലെ ഹാപ്പിയസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ മുംബൈ ആണ്. അപ്പൊ അക്കോർഡിംഗ് ടു ടൈം ഔട്ട് സിറ്റി ലൈഫ് ഇൻഡെക്സ്, അപ്പൊ ടൈം ഔട്ട് സിറ്റി ലൈഫ് ഇൻഡെക്സ് 2025 പ്രകാരം നമ്മുടെ ഏഷ്യയിലെ ഹാപ്പിയസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് മുംബൈ ആണ്. സെക്കൻഡ് ചൈനയിലെ ബീജിങ്ങും, തേർഡ് പൊസിഷൻ ചൈനയിലെ ഷാങ്ഹായും ആണെന്ന് ഓർക്കുക. അപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞത്, ടൈം ഔട്ട് സിറ്റി ലൈഫ് ഇൻഡെക്സ് 2025 പ്രകാരം ഏഷ്യയിലെ ഹാപ്പിയസ്റ്റ് സിറ്റി നമ്മുടെ ഇന്ത്യയിലുള്ള മുംബൈ ആണ്. ഓക്കെ, സെക്കൻഡും തേർഡും വന്നിരിക്കുന്നത് ചൈനയിലെ 2 സിറ്റീസ് ആണ്. സെക്കൻഡ് ആണെങ്കിൽ ചൈനയിലെ ബീജിങ്ങും, തേർഡ് ആണെങ്കിൽ ചൈനയിലെ ഷാങ്ഹായുമാണ്. ഓക്കെ, അപ്പൊ പ്രോപ്പർലി ഇത് ഓർക്കുക. ടൈം ഔട്ട് സിറ്റി ലൈഫ് ഇൻഡെക്സ് 2025 പ്രകാരം ഏഷ്യാസ് ഹാപ്പിയസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് മുംബൈ ആണ്. സെക്കൻഡും തേർഡും വന്നിരിക്കുന്നത് ചൈനയിലെ 2 സിറ്റികളാണ്. സെക്കൻഡ് ആണെങ്കിൽ ചൈനയിലെ ബീജിങ്ങും, തേർഡ് ആണെങ്കിൽ ചൈനയിലെ ഷാങ്ഹായുമാണ്. അപ്പോൾ ടൈം ഔട്ട് സിറ്റി ലൈഫ് ഇൻഡെക്സ് പ്രകാരം ഏഷ്യയിലെ ഹാപ്പിയസ്റ്റ് സിറ്റി ഏതാണെന്ന് അറിയുക? നമ്മുടെ മുംബൈ ആണെന്ന് കൃത്യമായിട്ട് ഓർത്തോളുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാ. വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2026? അപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 100% ഷുവർ ആണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 23 ആണ്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ടോപ്പിൽ വന്ന രാജ്യം ഏതാണെന്ന് ചോദിക്കും. അപ്പൊ ഓർത്തോളുക, ഈ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ആദ്യത്തെ 3 റാങ്കുകൾ എംറ്റി ആണ് കേട്ടോ. 4ാമത് വന്നിരിക്കുന്നത്, 4th പൊസിഷൻ വന്നിരിക്കുന്നത് അത് ഡെൻമാർക്ക് ആണ് കേട്ടോ. അപ്പൊ അത് ഓർക്കുക, ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 23 ആണ്. ഓർക്കുക, ആദ്യത്തെ 3 പൊസിഷൻ എംറ്റി ആണ്. അതായത് ഒരു രാജ്യവും നന്നായിട്ട് എന്ത് ചെയ്തിട്ടില്ല? പെർഫോം ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യത്തെ 3 പൊസിഷൻ എംറ്റി ആയിട്ട് കിടക്കുന്നതോട് തന്നെ എക്സാമിന് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും? ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ അറിഞ്ഞിരിക്കുക, ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 23 ആണ്. ഇവിടെ ആദ്യത്തെ 3 പൊസിഷൻ എംറ്റി ആണ്. 4ാമത്തെ പൊസിഷനിൽ വന്നിട്ടുള്ളത് ഡെൻമാർക്ക് ആണെന്ന് കൂടി അറിയുക. ഓക്കെ,
അപ്പൊ ശരിക്കും ഇത്തരത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് ജർമ്മൻ വാസ് എ ന്യൂ ക്ലൈമറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ദ ക്ലൈമറ്റ് ആക്ഷൻ നെറ്റ്വർക്ക് അറ്റ് COP30 കോൺഫറൻസ് ഓഫ് പാർട്ടി 30 എന്ത് ചെയ്തത് റിലീസ് ചെയ്യുന്നത്. ആദ്യത്തെ 3 റാങ്കുകൾ എന്താണ്? എംറ്റി ആണ്. ഒരു കൺട്രിയും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ കോൺഫറൻസ് ഓഫ് പാർട്ടി 30 ഇത്തരത്തിൽ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. റാങ്ക് 4 വന്നിട്ടുള്ളത് ഡെൻമാർക്ക്. അറിയുക കേട്ടോ, ക്വസ്റ്റ്യൻ വരും. ചിലപ്പോൾ ഡെൻമാർക്കിന്റെ റാങ്ക് എത്രയാണെന്നായിരിക്കും ചോദിക്കുക. 4th റാങ്ക്. ബിക്കോസ് ആദ്യത്തെ 3 റാങ്ക് എംറ്റി ആരും വന്നിട്ടില്ല, ഒരു കൺട്രിയും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല. 4th പോസ്റ്റിൽ വന്നിട്ടുള്ളത് ഡെൻമാർക്ക് ആണ്. 5th ആണെങ്കിലോ UK. ഇനി ഏറ്റവും ലാസ്റ്റിൽ വന്നിട്ടുള്ളത് സൗദി അറേബ്യ ആണ്. നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചു, 23 ആണ്. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്ന ജർമ്മൻ വാസ് എ ന്യൂ ക്ലൈമറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ദ ക്ലൈമറ്റ് ആക്ഷൻ നെറ്റ്വർക്ക് ആണ്. ഓർക്കുക, ഇത്തരത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ആദ്യത്തെ 3 റാങ്കുകൾ എംറ്റി ആണ്. 4ാമത്തെ പോസ്റ്റിൽ വന്നിട്ടുള്ളത് ഡെൻമാർക്ക് ആണ്. 5th പോസ്റ്റിൽ വന്നിട്ടുള്ളത് UK ആണ്. ലാസ്റ്റ് പൊസിഷനിലോ സൗദി അറേബ്യ. ഓർക്കുക, ഇത്തരത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 23 ആണ്. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് കൂടി അറിയുക, 23. ഓക്കെ, ദെൻ അടുത്തത് ഇങ്ങനെയാണ്. വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ്? അപ്പോൾ ഓർത്തോ, ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിലാണെങ്കിൽ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് 23 ആയിരുന്നു. ഓർക്കുക, അവിടെ ആദ്യത്തെ 3 പോസ്റ്റിന് എംറ്റിയാ. 4ാമത്തെ പോസ്റ്റിൽ ഏത് രാജ്യം വന്നു? ഡെൻമാർക്ക് വന്നു. ഇവിടെ എന്ന് പറയുന്നത് ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ്. ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15th ആണ്. കേട്ടോ, ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 15th ആണ്. അപ്പൊ ആ ഒരു കാര്യം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക. ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 15th ആണ്. ഓക്കെ, 9th ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വാട്ട് ഈസ് ഇന്ത്യസ് റാങ്ക് ഇൻ വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് 2025/26? ഇപ്പൊ വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സിൽ നമ്മുടെ റാങ്ക് എത്രയാണ്? വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ്. കേട്ടോ, വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സിൽ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് 131 ആണ്. കേട്ടോ, അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഒന്ന് ആലോചിച്ച് നോക്കേ, ഈ 131 നമുക്ക് എന്തിലായിരുന്നു റാങ്ക്? നമ്മുടെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ഇല്ലേ? ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് കൊടുത്താൽ മതി. നമ്മുടെ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ നമ്മുടെ റാങ്ക് എത്രയായിരുന്നു? 131 ആയിരുന്നു. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലോ ആലോചിച്ച് നോക്കുക, അത് 130 ആണ്. വാല്യൂസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോതെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. നോട്ട് ചെയ്ത് പഠിക്കുക. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിലാണെങ്കിൽ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ്? 131 ആണ്. അപ്പൊ ആ സെയിം റാങ്ക് തന്നെയാണ് നമുക്ക് വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സിലും. എത്രയാ? 131. അപ്പൊ ഓർക്കുക, ഇത്തരത്തിലുള്ള ഈ ഇൻഡെക്സ്, ഓക്കെ, വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് റിലീസ് ചെയ്യുന്ന ജോർജ് ടൗൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി, അതുപോലെ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓസ്ലോയുമാണ്. ജോർജ് ടൗൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി, അതുപോലെ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓസ്ലോയുമാണ് ഇത് റിലീസ് ചെയ്യുന്നത്. ഇവിടെ ടോപ്പിൽ വന്നിട്ടുള്ള രാജ്യങ്ങൾ ഡെൻമാർക്ക്, സെക്കൻഡ് ഏതാണ്? ഐസ്ലൻഡ് ആണ്. ലാസ്റ്റിൽ വന്നിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനുമാണ്. കേട്ടോ, ടോപ്പിൽ വന്നിട്ടുള്ളത് ഡെൻമാർക്ക്, സെക്കൻഡ് ഐസ്ലാൻഡ്, ലാസ്റ്റിൽ വന്നിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനുമാണ്. ഓർക്കുക, നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സിൽ, നമ്മുടെ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ നമുക്ക് ലഭിച്ച റാങ്ക് തന്നെയായിട്ടുള്ള 131 ആണ്. അറിയുക, ഇത്തരത്തിൽ വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സിലെ സ്കോർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.607 ആണെന്ന് അറിയുക. അപ്പൊ ഞാൻ സ്കോർ പറഞ്ഞു തന്നിട്ടുള്ള ഇൻഡെക്സിന്റെ കൂടെ എന്ത് ചെയ്യുക? സ്കോർ ഡെഫിനറ്റ്ലി ഒന്ന് പഠിച്ചേക്കണം. കേട്ടോ, അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കേ, ഇവിടെ നമ്മൾ പറഞ്ഞു വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സിൽ ഫസ്റ്റ് പൊസിഷനിൽ വന്ന രാജ്യം എന്ന് പറയുന്നത് ഡെൻമാർക്ക് ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഡെൻമാർക്ക് 4th പൊസിഷനിൽ വന്നു. ബിക്കോസ് ആ ഇൻഡെക്സിൽ ആദ്യത്തെ 3 റാങ്കുകൾ എന്തിയാ? ഏതായിരുന്നു? ആലോചിച്ച് നോക്കുക, ഏതായിരുന്നു? നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ്. അതിൽ നമ്മുടെ റാങ്ക് 23 ആയിരുന്നു. ആദ്യത്തെ 3 പൊസിഷൻ എംറ്റി ആയിരുന്നു.
നാലാമത്തെ പൊസിഷനിൽ ഡെൻമാർക്ക് വന്നു. ആ ഡെൻമാർക്കാണ് വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സിൽ ടോപ്പിൽ വന്നിട്ടുള്ളത്. ക്ലിയർ ആയോ? അപ്പം ജസ്റ്റ് മെയിൻലി ഓർക്കേണ്ട ഇൻഡെക്സുകൾ ഒന്ന് ഓർത്തേ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് 130 ആ. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് 131 ആ. ഈ 131 തന്നെയാണ് നമുക്ക് എന്തിനും ലഭിച്ചിട്ടുള്ളത്? വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സിലും ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അത്രേ ഓക്കെ ആണല്ലോ? നോട്ട് ചെയ്ത് പഠിക്കണേ, ഇല്ലെങ്കിൽ റാങ്കുകൾ എന്ത് ചെയ്യും? മറന്നു പോകും. ഓക്കെ, ദെൻ എക്സാം എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്? കേട്ടോ, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80 ആണ്. കേട്ടോ, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 80 ആണ്. അതായത് ജാനുവരി 2026 കണക്ക് പ്രകാരം ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 80 ആണ്. ഓർത്തോളുക, നമുക്ക് വിസ കൂടാതെ എത്ര രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യാൻ പറ്റും? 55 രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഓർക്ക, നമ്മുടെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയുക? 80 ആണെന്ന് അറിയുക. 80 ആണ്. ഇന്ത്യക്ക് വിസ കൂടാതെ എത്ര രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യാം? 55. 55 രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വേൾഡ് മോസ്റ്റ് പവർഫുൾ പാസ്പോർട്ടോ? സിംഗപ്പൂര്, സെക്കൻഡ് ജപ്പാൻ ആൻഡ് സൗത്ത് കൊറിയ ആണ്. ഓക്കെ, അപ്പൊ ഈ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് ആരാണെന്ന് കൂടി അറിയണം അല്ലേ? ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. കേട്ടോ, ഈ റാങ്കിങ് എന്തിനെ ബേസ് ചെയ്തിട്ടാ? ആര് നൽകുന്ന ഡേറ്റ പ്രകാരമാ? നമ്മുടെ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ നൽകുന്ന ഡേറ്റ പ്രകാരമാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓർത്തോളുക, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 80 ആണ്. നമുക്ക് വിസ കൂടാതെ എത്ര രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യാൻ പറ്റും? 55 കൺട്രീസ്. ചിലപ്പോൾ അതായിരിക്കും ഇവിടുന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ടാവുക. വേൾഡ് മോസ്റ്റ് പവർഫുൾ പാസ്പോർട്ട് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് സിംഗപ്പൂരും, സെക്കൻഡ് എന്ന് പറയുന്നത് ജപ്പാൻ ആൻഡ് സൗത്ത് കൊറിയയുമാണ്. വീണ്ടും ഓർത്തോളുക, നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ റാങ്കിങ് ഒക്കെ റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ നൽകുന്ന ഡേറ്റ പ്രകാരമാണ് ഈ റാങ്കിങ് ഒക്കെ എന്ത് ചെയ്യുന്നത്? റിലീസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് കൂടി അറിയുക, ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിലെ മോൺട്രിയൽ ആണ്. പറഞ്ഞത് ഇങ്ങനെ, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 80 ആണ്. വിസ കൂടാതെ നമുക്ക് 55 രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും മോസ്റ്റ് പവർഫുൾ പാസ്പോർട്ട് എന്ന് പറയുന്നത് സിംഗപ്പൂരാണ്. വീണ്ടും ഓർക്കുക, ഇതിലെ റാങ്കിങ് എന്ന് പറയുന്നത് ഏത് റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാ? ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. അപ്പം IATA, ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് അറിയുക? മോൺട്രിയൽ, കാനഡ. ഓക്കെ, അവിടെ നമ്മുടെ 11th ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കേട്ടോ. വിച്ച് സിറ്റി റാങ്ക്ഡ് 5th ഇൻ ഗ്ലോബൽ ഫുഡ് സിറ്റി റാങ്കിങ് 2025-26? അപ്പോ 5th ഗ്ലോബൽ ഫുഡ് സിറ്റി റാങ്കിങ്സിൽ 2025-26 ടോപ്പിൽ വന്നിട്ടുള്ളത് ഏത് സിറ്റിയാണ്? ഇതില് ഇങ്ങനെ ഓർക്കുക, നമ്മുടെ 5th ഗ്ലോബൽ ഫുഡ് സിറ്റി റാങ്കിങ്സിൽ 5th പൊസിഷനിൽ വന്നിട്ടുള്ളത്, അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഫസ്റ്റിൽ വന്നു കേട്ടോ. വിച്ച് സിറ്റി റാങ്ക് 5th in the global food city? Sorry, 1 second. Which city ranked 5th in the global food city rankings 2025-26? അതായത് ഗ്ലോബൽ ഫുഡ് സിറ്റി റാങ്കിങ്സിൽ 5th പൊസിഷനിൽ വന്നിട്ടുള്ളത് ഏത് സിറ്റിയാണ്? ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മുംബൈ ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ഗ്ലോബൽ ഫുഡ് സിറ്റി റാങ്കിങ്സിൽ 5th പൊസിഷനിൽ വന്നിട്ടുള്ളത് ഏത് സിറ്റിയാണ്? മുംബൈ ആണ്. ഓർക്കുക, ബാക്കി 4 പൊസിഷനും നമ്മുടെ ഇറ്റലിയിൽ നിന്നുള്ള സിറ്റീസ് ആണ്. ഫസ്റ്റ് വന്നത് ഡെഫിനറ്റ്ലി ഓർക്കുക, ഇറ്റലിയിൽ നിന്ന് നേപ്പിൾസ് ആണ്. സെക്കൻഡ് ഇറ്റലിയിൽ നിന്ന് മിലാൻ, തേർഡ് ഇറ്റലിയിൽ നിന്ന് ബോൾഗ്ന, ഫോർത്ത് ഇറ്റലിയിൽ നിന്ന് ഫ്ലോറൻസ് ആണ് കേട്ടോ, ഫ്ലോറൻസ്. ഓക്കെ, അപ്പോ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പർലി ഓർക്കുക. അപ്പൊ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് നമ്മുടെ ഗ്ലോബൽ ഫുഡ് സിറ്റി റാങ്കിങ്സിൽ 5th പൊസിഷനിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഏത് സിറ്റി ആണെന്ന് ഓർക്കുക? മുംബൈ ആണെന്ന് ഓർക്കുക. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചോണേ. ഗ്ലോബൽ ഫുഡ് സിറ്റി റാങ്കിങ്സിൽ 5th പൊസിഷനിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഏത് സിറ്റിയാണ്? മുംബൈ ആണ്.
ഓക്കെ, ഫസ്റ്റ് പൊസിഷനിൽ വന്ന സിറ്റി കൂടി ഡെഫിനറ്റ്ലി ഒന്ന് ഓർത്തിരിക്കുക, ഇറ്റലിയിലെ നേപ്പിൾസ് ആണ്. അവിടുന്ന് വീണ്ടും ഓർത്തോളുക, 4 പൊസിഷനിൽ വന്നിരിക്കുന്നതും ഇറ്റലിയിലെ സിറ്റീസ് ആണ്. ഓക്കെ, അപ്പൊ അത് അത്രയും കൃത്യമായിട്ട് ഓർക്കാലോ. ഇതാ നോക്കിയേ, അടുത്തെന്ന് പറയുന്നത് ഹു റിലീസ് ദി ഗ്ലോബൽ മീഥെയിൻ സ്റ്റാറ്റസ് റിപ്പോർട്ട് 2025. നമ്മുടെ ഗ്ലോബൽ മീഥെയിൻ സ്റ്റാറ്റസ് റിപ്പോർട്ട് 2025 റിലീസ് ചെയ്യുന്ന ആരാണ്? കേട്ടോ, ഗ്ലോബൽ മീഥെയിൻ സ്റ്റാറ്റസ് റിപ്പോർട്ട് റിലീസ് ചെയ്യുന്ന ആരാണ്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ആണ്. കേട്ടോ, UNEP ആണ്. ഗ്ലോബൽ മീഥെയിൻ സ്റ്റാറ്റസ് റിപ്പോർട്ട് റിലീസ് ചെയ്യുന്ന അറിയുക യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ആണ്. ഈ ഗ്ലോബൽ മീഥെയിൻ സ്റ്റാറ്റസ് റിപ്പോർട്ട് പ്രകാരം മീഥെയിൻ റിലീസ് ചെയ്യുന്നതിൽ നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത് 3rd ആണ്. കേട്ടോ, അതിൽ ഫസ്റ്റ് പൊസിഷനിൽ വന്നിട്ടുള്ളത് ചൈനയും, സെക്കൻഡ് പൊസിഷനിൽ വന്നിട്ടുള്ളത് USA, 3rd പൊസിഷനിലാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. കേട്ടോ, ഫസ്റ്റ്, സെക്കൻഡ്, 3rd. അതായത് മീഥെയിൻ റിലീസ് ചെയ്യുന്നതിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന രാജ്യം ഏതാ? ചൈനയാണ്. സെക്കൻഡ് USA, 3rd എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ഇത്തരത്തിൽ ഗ്ലോബൽ മീഥെയിൻ സ്റ്റാറ്റസ് റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത് UNEP ആണ്, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേ, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആയിരുന്നെങ്കിൽ ഏത് ഇൻഡെക്സ് ആയിരുന്നു? പഠിച്ചു വെച്ചതാ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഇത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ആണ് ഗ്ലോബൽ മീഥെയിൻ സ്റ്റാറ്റസ് റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിലറിയുക ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ചൈന, സെക്കൻഡ് USA, 3rd എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ. ഓക്കെ, അതായത് വേൾഡ് 3rd ലാർജസ്റ്റ് മീഥെയിൻ ഗ്യാസ് എമിറ്റർ, വേൾഡില് 3ാമത്തെ ഏറ്റവും കൂടുതൽ മീഥെയിൻ ഗ്യാസ് എമിറ്റ് ചെയ്യുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ചൈന, സെക്കൻഡ് എന്ന് പറയുന്നത് USA. ഓക്കെ, ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഇൻഡെക്സ് ആണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്. കേട്ടോ, ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2025 നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 102 ആണ്. കേട്ടോ, 102 ആണ്. ഓക്കെ, അപ്പൊ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 102 ആണ് നമ്മുടെ ഇന്ത്യയുടെ റാങ്ക്. എന്തിലാ? ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ. അപ്പൊ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് 102 ആണെന്ന് പറഞ്ഞു. ഓർക്കുക, ഇത് റിലീസ് ചെയ്യുന്നത് കൺസേൺ വേൾഡ് വൈഡ് ആൻഡ് വെൽത്തുങ്കർ ഹിൽഫ്. കേട്ടോ, വെൽറ്റ് ഹങ്കർ ഹിൽഫ് എന്ന് ഓർത്തോ, വെൽറ്റ് ഹങ്കർ ഹിൽഫ്. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് പറഞ്ഞത്. ഹങ്കർ ഇൻഡെക്സ് ഞാൻ പറഞ്ഞ പോലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പോലെ, ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ചോദിക്കുന്ന പോലെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഇൻഡെക്സ് തന്നെയാണ് വേൾഡ് ഹങ്കർ ഇൻഡെക്സ്. അപ്പൊ ഇത് റിലീസ് ചെയ്യുന്നത് കൺസേൺ വേൾഡ് വൈഡ് ആൻഡ് വെൽറ്റ് ഹങ്കർ ഹിൽഫ് ആണ്. ഇതിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് അറിയുക 102, 102 ആണ്. ഓക്കെ, ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിലെ സ്കോർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25.8 ആണ്. ഇവിടെ ടോപ്പിൽ വന്നിട്ടുള്ളത് അർമേനിയ, ബെലറസ്, ബോസ്നിയ, ബൾഗേറിയ, ചിലി ആൻഡ് ചൈന. ഓക്കെ, അപ്പൊ അർമേനിയ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഓർത്തോളുക. ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊമാലിയ. സൊമാലിയയുടെ റാങ്ക് അറിയുക 123 ആണ്. ഓക്കെ, പാകിസ്ഥാന്റെ ആണെങ്കിലോ 106. ഓക്കെ, അപ്പൊ ശരിക്കും എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഈ ഒരു വേൾഡ് ഹങ്കർ ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്ന അറിയണം. അണ്ടർ നറിഷ്മെന്റ്, ചൈൽഡ് സ്റ്റണ്ടിങ് എന്ന് പറഞ്ഞാൽ ലോ ഹൈറ്റ് ഫോർ ഏജ്, ഭയങ്കര ഹൈറ്റ്, അതായത് മീൻസ് ഏജിനൊത്ത ഹൈറ്റ് ഇല്ലാത്ത അവസ്ഥ. ചൈൽഡ് വേസ്റ്റിംഗ്, ലോ വെയിറ്റ് ഫോർ ഹൈറ്റ്, ഹൈറ്റിനൊത്ത വെയിറ്റ് ഇല്ലാത്ത അവസ്ഥ. അതുപോലെ ചൈൽഡ് മോർട്ടാലിറ്റി. അപ്പൊ ഈ ഒരു പാരാമീറ്റേഴ്സിനൊക്കെ ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ഇൻഡെക്സ് ആണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് ഡെഫിനറ്റ്ലി അറിയണം 102 ആണ്. ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ളത് സൊമാലിയാണ്. സൊമാലിയയുടെ റാങ്ക് എന്ന് പറയുന്നത് 123 ആണെന്നുകൂടി അറിയുക. ഓക്കെ, നമ്മുടെ 14ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ്? കേട്ടോ, അപ്പൊ ഇൻഡെക്സുകളെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് അങ്ങ് നോക്കുകയാണ്. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 4th ആണ്. ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഓക്കെ, ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 4th ആണെന്ന് പ്രോപ്പർലി ഓർക്കുക. അപ്പോ പവർഫുൾ മിലിറ്ററി ഇൻ ദ വേൾഡ്, അതാണ് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഏത് ഇൻഡെക്സ് എവിടെ പറഞ്ഞേ? ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ്. കേട്ടോ,
ഏതാണ് നമ്മളിവിടെ പറഞ്ഞത്? ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ്. അപ്പൊ ഈ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ്, പവർഫുൾ മിലിറ്ററി ഇൻ ദ വേൾഡ് തന്നെ പവർഫുൾ മിലിറ്ററിയുടെ കേസ് എടുക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാ? 4th ആണ്. സ്കോറും കൂടി ഡെഫിനറ്റ്ലി ഒന്ന് അറിയാട്ടോ, 0.1184 ആണ്. അപ്പൊ ഓർക്കുക, ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ്? 4th ആണ്. സ്കോർ എത്രയാന്ന് പറഞ്ഞാൽ 0.1184 ആണ്. ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ വന്നത് USA, സെക്കൻഡ് എന്ന് പറയുന്നത് റഷ്യ, തേർഡ് എന്ന് പറയുന്നത് ചൈനയുമാണ്. അപ്പോ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 4th ആണ്. അവിടെ ടോപ്പിൽ വന്നിട്ടുള്ളത് USA, സെക്കൻഡ് റഷ്യ, തേർഡ് ചൈന. ഈ 4 രാജ്യങ്ങളും ഓർഡറിൽ അങ്ങ് അറിയണം കേട്ടോ. പറഞ്ഞത് ഇങ്ങനെ, ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ്, അതായത് നമ്മുടെ വേൾഡിലെ പവർഫുൾ മിലിറ്ററിയുടെ കേസ് എടുക്കുമ്പോൾ അതിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 4th ആണ്. ഓർക്കുക, ഇവിടെ ടോപ്പിൽ വന്നിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് USA ആണ്, സെക്കൻഡ് പൊസിഷനിൽ റഷ്യയാണ്, തേർഡ് എന്ന് പറയുന്നത് ചൈനയാണ്. 4th വന്ന രാജ്യമായ നമ്മുടെ ഇന്ത്യയുടെ സ്കോർ എത്രയാണെന്ന് കൂടി അറിയുക, 0.1184 ആണ്. ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ഗ്ലോബൽ നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സ്? അപ്പൊ ഗ്ലോബൽ നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സ് എടുക്കുമ്പോഴേ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഗ്ലോബൽ നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സ് എടുക്കുമ്പോൾ 2024 പ്രകാരം നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് 176 ആണ് കേട്ടോ. ഡെഫിനറ്റ്ലി പഠിക്കണം. ഗ്ലോബൽ നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 176 ആണെന്ന് ഓർക്കുക. ഗ്ലോബൽ നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സ് എടുക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് 176. ഇതില് ബെസ്റ്റ് പെർഫോമിംഗ് എന്ന് പറയുന്നത് ലക്ഷംബർഗ്, സെക്കൻഡ് എസ്റ്റോണിയ, ഏറ്റവും വേർസ്റ്റ് വന്നിട്ടുള്ളത് കിരിബാട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് ഗ്ലോബൽ നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സ് 2024 കേട്ടോ. ഗ്ലോബൽ നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സ് 2024 നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാ? 176 ആണ്. ഓക്കെ, അപ്പൊ അവിടെ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ളത് ലക്ഷംബർഗ് ആണെന്ന് കൂടി ഓർക്കുക. ഓക്കെ, അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഡെക്സുകൾ, ഒരു 15 ഇൻഡെക്സുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, പ്രോപ്പർലി അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം എന്ത് ചെയ്യും, എല്ലാം കുറച്ച് റാങ്ക് ആണ്ട് ഇത്ര നമ്പർ 130, 131, അതുപോലെ 176, 38 അങ്ങനെ പല പല നമ്പറുകളല്ലേ. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടൊന്ന് ക്ലാസ് കേൾക്കുന്നതിന്റെ കൂടെ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ നോട്ട് ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. അതായത് ഇനിയിപ്പം എക്സാം ഡേറ്റ് ഇതുവരെ റിലീസ് ആയിട്ടില്ല, അപ്പൊ ആ എക്സാം ഡേറ്റിന് മുന്നേ വരെ എല്ലാ ദിവസവും എന്ത് ചെയ്യുക, ആ ക്ലാസ് കണ്ടതിന് ശേഷം ആ നോട്ട് എല്ലാ ദിവസവും എടുത്ത് എന്ത് ചെയ്യാൻ നോക്കുക. അപ്പൊ അങ്ങനെ ഒരു 3 to 4 ടൈംസ് അല്ലെങ്കിൽ ഒരു 4 to 5 ടൈംസിൽ നമ്മൾ ആ നോട്ട് കാണുന്ന സമയത്ത് ഒരു തവണ നിങ്ങൾ ക്ലാസ് ഫുള്ള് കേട്ടു, നോട്ട്സ് എഴുതി, പിന്നീട് ആ നോട്ട്സ് ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്താൽ മാത്രം മതി. എന്ത് ചെയ്യാൻ പറ്റും? ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. മാത്രമല്ല എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനോട് പറ്റും. അപ്പൊ കൃത്യമായിട്ട് 130, 131 ഒക്കെ വരുന്നത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് അങ്ങ് പഠിച്ചേക്കുക. ഓക്കെ, അതുപോലെ റിലീസ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അവയെ എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.